രാവിലെ ബാത്റൂമിൽ മൂത്രം ഒഴിക്കാൻ പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് വീണു. വീഴാന്ന് പറഞ്ഞാൽ കൈ അടിച്ച് വീണു. എങ്ങനെ വീണേ? ബാത്റൂമിലോ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ആ ഒരു സെറ്റും കൂടി ഉണ്ട്. ഇവിടത്തെ മുത്തച്ഛനും വാവക്കുട്ടിയും തമ്മിൽ ഭയങ്കര സംസാരമാണ്. വീഡിയോ കോള്. ഇതിൽ ഏതായിരിക്കും പഴുത്തത്? പേരക്ക. ഇത് കവറിനുള്ളിൽ ഇട്ട് വെക്കണ്ട, ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതിന് പെട്ടെന്ന് പഴുക്കും. അത് നല്ലതാണ് പച്ചയാണെങ്കിൽ. അതിന് കാലെത്തണ്ടേ? ഈ കുഞ്ഞിക്കാലുകൊണ്ട് ബൈക്കിലുമൊക്കെ എത്തുവോ? കുട്ടികളുടെ ബൈക്ക്. ആ, കുട്ടികളുടെ ബൈക്ക്. പേരക്ക വേണ്ടേ? വാവിക പേരക്ക വേണ്ട, അച്ചെടുത്തോളാം. എന്തിനു വേണ്ടേ? വാവ കഴിക്കണ്ടേ? അച്ഛൻ കഴിച്ചോളാം. എങ്ങനെ വീണേ? ബാത്റൂമിലോ? എന്നിട്ട് വീണോ? പുറത്താണ്. പുറത്തോ? കയ്യിന്റെ വെള്ളോണ്ടൊന്നും വയ്യപ്പോ. ഇത്തിരി ചൂടുള്ള വെള്ളം കൊണ്ട കുടിക്കാനാ? ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് BP കുറഞ്ഞിട്ടുണ്ടാവും. എന്താ അറിയില്ല, BP കുറവായിട്ടായിരിക്കും അങ്ങനെ ആയിട്ടുണ്ടാവുക. അല്ലാതെ അങ്ങോട്ട് അറിയല. അതുകൊണ്ട് വിരലിങ്ങനെ അടക്കാൻ വെക്കുന്നുണ്ട്. പാത്രം കഴുകാൻ കഴിയുന്നില്ല. വിരലെന്ന് പൊക്കി വെക്കാം. ഇങ്ങനെ ആക്കാനേ കഴിക്കുമല്ലോ. ഇങ്ങനെ മടക്കാൻ വെക്കണ്ടോ? വയ്യ, വേനുണ്ട്. ഈ എല്ലിന് വല്ല പൊട്ടലുണ്ടോ? പൊട്ടലൊന്നുമില്ല. പൊട്ടുണ്ടെങ്കിൽ നല്ല തോന്നുകൊണ്ടിരിക്കും. ഇവിടെ വേദന ഉണ്ട് മാത്രം, അല്ല വേറെ ഒന്നുമില്ല. അത്രയല്ലേ വായുള്ളൂ. ഇങ്ങനെ ഞാൻ ഉഴിയുന്നുണ്ട്. ഉഴിഞ്ഞ് കുറെ ആക്കായി. ഇവിടെ ഇങ്ങനെ ചുവന്നുകൊണ്ടായിരുന്നു ഇപ്പൊ കുറെ പോയത്. ആ ഓയിൽമെന്റ് കഴിച്ച് ഓയിൽമെന്റ് കഴിച്ചു രാവിലെ. കൈ അളകാതെ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കുറെ ആക്കായി. കുറച്ച് കഴിയുമ്പോഴേക്കും മാറിക്കോളൂ. എന്താ വല്ലാതെ കാട്ടണം. കുറച്ച് മതി. ചൂടുവെള്ളം കാലത്ത് എണീറ്റതാണ് 5 മണിക്ക്. 5 മണിക്ക് എണീറ്റപ്പോ അങ്ങോട്ട് ഇങ്ങനെ തലത്തി അങ്ങോട്ടാണ്ട് പോയിട്ട് അതന്നെ ബാത്റൂമിന്റെ ഉള്ളിലല്ല, പുറത്താണ്. പുറത്തേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തല്ലേ അതിന്റെ അങ്ങ് മൂത്രമൊക്കെ ഇറങ്ങിയതാണേ. 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങളെടുത്ത് പറയണത് ഞാനൊന്ന് വീണു എന്നുള്ള കാര്യം. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി തരുമെന്ന്. കുറേ നാൾക്ക് ശേഷമാണ് വാവക്കുട്ടി, അമ്മ, മുത്തശ്ശി, പിന്നെ ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ലഞ്ച് കഴിക്കണത്. അല്ലെങ്കിലും ഈ പറയണ വീട്ടിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് അത് വേറെയാണ് കേട്ടോ. അത് ഈ കല്യാണത്തിന് അല്ലെങ്കിൽ ഈ ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കൂടുമല്ലോ ഫാമിലി. ഇവിടെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം രാവിലെ ആയി കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും. ഈ ഫ്രണ്ട്സ് കലീഗ്സ് ഒക്കെ തന്നെയല്ലേ തന്നെ അവിടെ ഫാമിലി ട്രിപ്പ് അല്ല, സ്കൂളിൽ നിന്ന് ട്രിപ്പ് പറഞ്ഞ് കൊണ്ടുപോയാലും ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോഴാണ് എനിക്കിഷ്ടം. കലീഗ്സും ഓക്കെയാണ്, പക്ഷെ എൻജോയ്മെന്റ് എനിക്ക് ഫാമിലിയുടെ ഇതിന് ഞാൻ പ്രിഫർ ചെയ്യാം. അതുകൊണ്ട് മുത്തശ്ശി കഴിക്കണ്ടെന്ന് പറഞ്ഞു. കഴിക്കണ്ട പറഞ്ഞേ. ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് മുത്തശ്ശി കഴിച്ചാൽ മതി. മതിയേ, അപ്പോഴല്ലേ കുഞ്ഞാണി ഫസ്റ്റ് ആവുള്ളൂ. മനസ്സിലായില്ല, ഞാൻ പൂണ്ടാന്ന് ചോദിക്കുന്നു. അവര് തന്നെ പറഞ്ഞ പൂണ്ടാണ് കരുതിട്ട് പൂണ്ടെടുത്തോണ്ട് തരാണ്. പൂണ്ടല്ല, ഗാരാബൂണ്ടി തന്നെ മിക്സറാണ്. ഗാരാബൂന്തി അങ്ങനെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതാ എങ്ങനെ പറയാ ഇവിടെ. ഇത് ഗാലിബൂണ്ടി എന്നെ മനസ്സിലായില്ല. ഇന്ന് നല്ല പൊരി വെയിലായിരുന്നു. ആ പൊരി വെയിൽ നേരത്ത് തുണി ഉണക്കാൻ കൊണ്ടുവന്നിട്ടതാണ് ഉച്ചയ്ക്ക്. ഇപ്പം ഏകദേശം 6 മണി കഴിഞ്ഞു. ഇനി മഞ്ഞ് വീഴാൻ തുടങ്ങും. ഇപ്പം തുണി എടുത്തില്ലെങ്കിൽ പണി പാളും, മൊത്തം നനഞ്ഞ് പിണ്ടിയാവും. ടെറസിൻ്റെ മുകളിൽ മുട്ടിഞ്ഞ കാറ്റാണ്. അതുകൊണ്ട് ക്ലിപ്പിടാതെ ഒരു പരിപാടി നടക്കില്ല. ക്ലിപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നോ അടുത്ത പറമ്പിൽ നിന്നോ നമ്മൾ തുണികൾ പറക്കിക്കൊണ്ട് വരേണ്ടി വരും. സീസണലായിട്ടുള്ള കാറ്റൊന്നുമല്ല, ഇവിടെ പൊതുവെ ഇങ്ങനെ തന്നെയാണ്. നല്ല കാറ്റാണ്.
തുണി എടുക്കാൻ ഞാൻ വന്നു, ആ തുണി എടുത്തത് കണ്ടു, എടുത്തോ താങ്ക്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാത്രല്ല ഇത് അവളുടെ വീടിന്റെ ജോലിയല്ലേ, ഇത് എടുക്കണില്ലേ, ഇപ്പൊ താങ്ക്സും ഇതൊക്കെ എന്റെ ആവശ്യമില്ലല്ലോ. കേട്ടോ ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്നാലും ഞാൻ പറഞ്ഞല്ലോ താങ്ക്സ് എന്ന്. ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആണുങ്ങളെ കൊണ്ട് സോറി പറയിപ്പിക്കുക, അതുപോലെ താങ്ക്സ് പറയിപ്പിക്കുക. ഇവരുടെ വായിന്ന് ഈ പറയുന്ന സാധനങ്ങൾ ജമ്മത്ത് വരില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലേഡീസ് ഇതുപോലെ സോറി ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. എന്നാൽ 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഓരോ ഭർത്താക്കന്മാരും. അമ്മയുടെ കാര്യത്തിൽ വളരെ മോശപ്പെട്ടൊരു ദിവസമായിരുന്നു. രാവിലെ ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയതാണ്, തിരിച്ചു വരുന്ന വഴിക്ക് വീണു. വീഴാന്ന് പറഞ്ഞാൽ കൈയടിച്ച് വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. ഇത് ഞങ്ങളൊക്കെ അറിയുന്നത് കുറേ കഴിഞ്ഞിട്ട്, ഉച്ചയാവണ നേരത്തെ ഞങ്ങളെ അറിയിക്കണത്. കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞു. വാവ്, പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് ആണ്. എന്തെങ്കിലും വെജീസോ ലെഗ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അന്നായിരുന്നു. ഒന്നും ഇട്ടിട്ടില്ല, പ്ലെയിൻ ആണ്. പക്ഷെ മസാല പാക്ഡ് ആണ്. നല്ല മസാല ഉണ്ടാവും, ടേസ്റ്റി ആയിരിക്കും. എന്താ ചെയ്യണേ? മാഗി ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു. പറയൂ. അതെ, സ്കൂളില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് കുട്ടിക്ക്, മാർച്ച് 2 3 എന്നോ. അപ്പൊ അതിൽ അവള് എന്തിനായിട്ടാ എടുക്കേണ്ടതെന്ന് നാളെ പറയാൻ പറഞ്ഞു. ഡിസൈഡ് ചെയ്ത് പറയാൻ പറഞ്ഞു. എന്താ പറയണ്ടത്? അവൾക്ക് ഞാൻ പറയണെങ്കിൽ വല്ല ഡോക്ടറോ വല്ല എഞ്ചിനീയറൊക്കെ ആവുന്ന ക്യാരക്ടറാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓവറായിട്ട് കോസ്റ്റ്യൂം വാങ്ങി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒറ്റ ദിവസത്തെ പരിപാടിയാണ്, പിന്നെ നമുക്ക് നാളെ യൂസ് ആവില്ല. അവള് വലുതാവും. അതിനെ പറ്റി 4 വാക്ക് അതിപ്പോ ഞാൻ നോക്കിക്കോളാം, ഞാൻ പഠിപ്പിച്ചോളാം. പക്ഷെ എന്താണ് എന്തിന്റെയാണെന്ന് ഒന്ന് എനിക്ക്. എഞ്ചിനീയർ, ഡോക്ടർ അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. ഡോക്ടർ വേണ്ട, എഞ്ചിനീയർ. ഡോക്ടറിനും അധികമല്ലോ, ഒരു കോട്ടും ടെലസ്കോപ്പല്ലോ, വേറെ എന്താണ്? എന്നാ പിന്നെ അത് എഞ്ചിനീയർ. ഇത് രണ്ടും എടുത്തോ. വേറെ വല്ല കരടി പുലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കോസ്റ്റ്യൂം എടുത്ത് കൊടുക്കും. മാത്രല്ല വേറെ ഓരോരോ ആൾക്ക് ഓരോന്നത്ര ഉള്ളത് എടുക്കാൻ പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാൻ പാടില്ല. എഞ്ചിനീയർ, ഡോക്ടർ അല്ല. എപ്പോഴല്ലേ ചോറും മാമൊക്കെ കണ്ടിട്ട് കുമ്പം നിറച്ചത്? ഇനി ഇതിനകത്ത് സ്ഥലമുണ്ടോ? സ്ഥലമുണ്ടോ? മാഗി കണ്ടിട്ടാണേ വിശപ്പായിട്ട് വന്നതാണേ, അല്ലെങ്കിൽ ഒന്നും വേണ്ട വാങ്ങിക്കല്ലേ. മാഗി കണ്ടാ അപ്പ വിശപ്പാണല്ലേ. മാഗി മാഗി മാഗി. അതപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട പരസ്യം. അത് വരുമ്പോ തന്നെ പറയണേ, അവർ പറയുന്ന മുന്നേ തന്നെ ഇതാണ് അതിനെ കുറിച്ച് കാണിച്ചു തരാം. ഞാനാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. മാഗിയാണ്. വാവക്കുട്ടിയും ദാ സീരിയസ് ആയിട്ടും ബിസി ആയിട്ടും കഴിക്കുകയാണ് മാഗി. ഇന്നത്തെ ഫോർക്ക് ഭംഗിക്ക് വെച്ചതാ, എന്നിട്ട് കൈ കൊണ്ട് വരുത്തില്ലേ. നമ്മക്ക് ഈ ഫോർക്കൊന്നും പറ്റില്ല, നമ്മക്ക് കയ്യേ പറ്റുള്ളൂ. നോക്കാം, കൈ കൊണ്ട് വരുത്തില്ല. അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.